ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾക്ക് മുതിരക്കറിയാണ്. മുതിരക്കറി എന്ന് പറയും, മുതിര എന്തെന്ന് ഉപ്പേരി എന്നും പറയും, രണ്ടും പറയും. അപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനിത് ഉള്ളി, നാളികേരം, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ട് ചീനച്ചട്ടിലേക്ക് ഇങ്ങനെ ഇടണം. ഇത് എന്താ പറയുക, ഇപ്പോൾ ഈ വയറുവേദനയൊക്കെ ഉള്ള കാരണം ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ അവൾക്ക് വേറെ ഒന്നും മീനിറച്ചൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട്, കുറച്ച് മുളക് പൊടി. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ട് ഇവിടുത്തെ കറികൾ എല്ലാവരും പല തരത്തിലൊക്കെ വയ്ക്കുക. ഞങ്ങൾ മുതിരയിൽ നാളികേരമൊക്കെ മൂപ്പിച്ചിട്ടിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്, ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ നാളികേരത്തിൻ്റെ പച്ചമുളക് ഇടാറില്ല, ചിലവരിടും. അവിടെ തൃശ്ശൂർ വീട്ടിലൊക്കെ ഇതെല്ലാം ഇടും കേട്ടോ. ചിലർ വെറുതെ ഉള്ളി മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം മൂപ്പിച്ചിട്ട് അങ്ങനെ ഇടാറുണ്ട്. ഞങ്ങൾ പക്ഷേ ഇങ്ങനെയാണ് ഇടാറുള്ളത്. അപ്പോൾ അത് ഇതെല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങളതേ മുതല തട്ടാൻ പോവുകയാണ്. അപ്പോൾ അതേ ഞങ്ങളുടെ മുതല തോരനാ അല്ലേ, ഇവിടെ ഞങ്ങൾ കറി എന്ന് പറയും, തോരൻ എന്ന് പറയും, ഉപ്പേരി എന്ന് പറയും. ഇതിൽ ഏതാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മുതിരക്കറി എന്നാട്ടാ പറയാ. അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എനിക്ക് ഗോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം. അപ്പോൾ ഈ അടുത്ത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയുടെ ഭംഗി കണ്ടിട്ട് കളിയൊക്കെ നിൽക്കണ്ട. ഇത് അമ്മ കല്യാണം കഴിയണ മുന്നേ ആയിട്ടുള്ള ചീനച്ചട്ടിയാണ്. ഞങ്ങൾക്ക് ഇതിൽ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കടുക് ഇടണേ. പിന്നെ നാളികേരം, ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, വേറൊന്നും കൂട്ടുന്നില്ല കേട്ടോ. അത് ചില ഇതെല്ലാം പറക്കിക്കളയും. നമ്മൾ വെറുതെ ഇട്ടിട്ട് എന്തിനാ ഇതാക്കണമെന്ന് ചോദിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് കരിയൊക്കെ കാണും കേട്ടോ. ഇവിടെ ആദ്യം അടുപ്പായിരുന്നു, അടുപ്പിൻ്റെ സൈഡിലാണ് ഞങ്ങൾ ഗ്യാസ് വെച്ചുള്ളത്. സൗകര്യമില്ല. ഇവിടെ അമ്മ ഗ്യാസൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. അതുകൊണ്ട് അടുക്കളയിൽ ഇത്തിരി പ്രശ്നമാണ്, സ്പേസ് കുറവാണ്. അമ്മയുടെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കറികളൊക്കെ. ചിന്ന കുട്ടിയാണ് കേട്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് മുളക് പൊടി ഇടാനായിട്ട്. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടു, ഗോവയ്ക്കിട്ടു. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം ചാരി കൊടുക്കും, ലേശം. അങ്ങനെ അമ്മ ഉണ്ടാക്കണമെന്ന് കേട്ടോ എനിക്കറിയില്ല, ഞാനിതൊന്നും കഴിക്കാറില്ല. ഇത് പിന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ തൃശ്ശൂർ വീട്ടിൽ പോയപ്പോഴേ അവിടെ ഗേറ്റുമ്മൽ ഏട്ടൻ്റെ അമ്മ നട്ടിട്ടുണ്ടായിരുന്നു ഗോവയ്ക്ക്. അതൊരു ചെറിയൊരു തണ്ട് കേട്ടോ. ഞാൻ നന്നായി പടർന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് മുന്നെടുത്ത്, പക്ഷെ അത് പഴുത്തു. അപ്പോൾ ഇതൊന്ന് മൂടിയിടണമെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. മൂടി ഇട്ടിട്ടുണ്ട്. വേറെ മൂടിയാണ് തൽക്കാലം. ഇപ്പോൾ ഇതുകൊണ്ട് പിടിക്കുന്നു, എൻ്റെ കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. അവളെ ഞങ്ങൾ ഉപ്പിടാൻ പറഞ്ഞു കേട്ടാ. ഉപ്പിടുന്നുണ്ട്. കളിയാക്കരുത് ആരും. ആദ്യമായിട്ടല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുക. ഇതൊന്നും ഞാൻ കഴിക്കാത്തതാണ്. എന്നാലും ഇതൊന്ന് വെറുതെ ഒരു പരീക്ഷ. അമ്മ മീനോ ഇറച്ചൊന്നും കഴിക്കില്ല കേട്ടോ. ഞാനും കഴിച്ചിരുന്നില്ല, ഇപ്പോഴൊക്കെ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രിഡ്ജിൽ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയാകുമ്പോൾ മുട്ട ഒരെണ്ണം ഓംലേറ്റ് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലത് ചെയ്യുള്ളൂ, വയറുവേദന അല്ലേ, വയറിന് പ്രശ്നമാവണ്ട. ചിലർക്ക് മുട്ട ചിലർക്ക് പ്രശ്നം ഉണ്ടാവില്ലേ, ഇവൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇട്ടോ കേട്ടോ. ഒന്നും കുഴപ്പമില്ല. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്തായാലും.